എൻ്റെ വീട് വയനാടാണ്. എൻ്റെ ഇക്കാൻ്റെ വീട് തിരുവനന്തപുരം ജില്ലയിലാണ്. ഞാൻ എൻ്റെ വീട്ടിൽ കാണാത്തതും അനുഭവിക്കാത്തതുമായ ഒരുപാട് സുഖങ്ങൾ അൽഹംദുലില്ലാഹ് എനിക്ക് എൻ്റെ ഇക്കാൻ്റെ കൂടെ വന്നിട്ട് കിട്ടി. അതിലൊരു കാര്യമാണ് കാണിച്ചു തരാം. ഇതെന്തുവാ? ഫ്രിഡ്ജ്. ഈ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഇല്ലായിരുന്നു ഈ സാധനം. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. മറ്റുള്ളവരുടെ വീട്ടിലിങ്ങനെ കാണുന്ന സമയത്ത് ഞാനിങ്ങനെ ഇതെപ്പോഴാണ് നമ്മളെ വീട്ടിലുണ്ടാവുക എന്ന് വിചാരിച്ച് കുറേ ഇങ്ങനെ ഇപ്പോൾ വിചാരിക്കും. നോമ്പായാലൊക്കെ ഫ്രൂട്ട്സൊന്നും കൊണ്ടുപോയി വെക്കൂല, ഒക്കെ നാശമായി പോവും. അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഉപ്പാടെ ഉണ്ടാവില്ല. പിന്നെ ഞങ്ങൾ 2 പെൺകുട്ടികൾ ഒറ്റയ്ക്കായിരുന്നു. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉപ്പാനെ കൊണ്ട് ആദ്യം വാങ്ങിപ്പിച്ച് വെച്ചാൽ നമുക്ക് നോമ്പിന് പറ്റുമല്ലോ എന്ന് വിചാരിക്കും. നോമ്പിനൊന്നും ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു കഴിഞ്ഞ കൊല്ലം വരെ. ഞങ്ങളെ നോമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നോമ്പ് തുറക്കുമ്പോൾ അൽഹംദുലില്ലാഹ് ചോറുണ്ടാവും. ചോറിങ്ങനെ തിന്നും. ചോറ് അല്ലെങ്കിൽ എന്തെങ്കിലും ചമ്മന്തി അല്ലെങ്കിൽ പരിപ്പ് കറി. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പരിപ്പ് കറി, തക്കാളി കറി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അങ്ങനെയൊക്കെ നോമ്പങ്ങ് കഴിയും. എന്നാലും പട്ടിണിയൊന്നും ആയിട്ടില്ല അൽഹംദുലില്ലാഹ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരുപാട് എന്താ പറയുക, കണ്ണിറയെ സാധനങ്ങൾ എന്ന് പറഞ്ഞ പോലെ അൽഹംദുലില്ലാഹ് ഇക്ക അങ്ങനെ കൊണ്ടുവന്നിട്ട് തരും. ഇത് കണ്ടോ, ഒരു ഫ്രിഡ്ജിൽ ഉള്ള സാധനങ്ങളാണിതെല്ലാം. വേണ്ടിയിട്ടും വേണ്ടാണ്ട് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ഫ്രിഡ്ജിലുണ്ടാവും. അതുകൊണ്ട് ഇപ്പം ഞാൻ ഈ ഒരു അവസ്ഥ ഇങ്ങനെ കാണുമ്പോൾ അബ്ബേ അൽഹംദുലില്ലാഹ് ഞാൻ എവിടെയോ എത്തി എന്നുള്ള ഒക്കെ ഒരിത്. അപ്പം ഞാനിങ്ങനെ എനിക്ക് എന്തെങ്കിലും ആർക്കെങ്കിലുമൊക്കെ സഹായിക്കണം ഒരാഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഒരു വഴി കാണിച്ചു തരുമെന്ന് തോന്നുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ആർക്കെങ്കിലും എന്നെ കൊണ്ടാവും പോലെ എന്തെങ്കിലുമൊക്കെ സഹായിക്കണം. പിന്നെ എനിക്ക് സുഖമില്ല, എനിക്കൊരു ഓപ്പറേഷൻ വേണം. അതിന് 7-ാം തീയതിയിലേക്ക് ഡേറ്റ് ഫിക്സാക്കി തന്നിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, ഓപ്പറേഷൻ ചെയ്യാനുള്ള സാമ്പത്തികമില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഇക്കാൻ്റെ അടുത്ത് ഞാൻ വന്നിട്ട് എനിക്കുണ്ടായ സുഖമല്ല, ഇക്കാൻ്റെ അടുത്ത് വരുന്നതിന് മുന്നേ എനിക്കുള്ള അസുഖമാണ്. പിന്നെ ഇക്ക എന്നെ ഇപ്പം ഞാൻ വന്നതിന് ശേഷം ഒരുപാട് മരുന്നുകളൊക്കെ വാങ്ങിയിട്ട് ഇക്ക എന്നെ നോക്കി. പക്ഷേ ഇപ്പം ഇനി ഇക്ക പറയണത് അതിനുള്ള പൈസയും ആവും, ഞാൻ നിന്നതാക്കാം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയണം. പക്ഷെ ഭയങ്കര വിഷമം. കാരണം ഇക്കാൻ്റെ അടുത്ത് വന്നൊരു അസുഖമല്ല, ഇക്ക തന്നെ ഒരുപാട് കടത്തിലാണ്. അപ്പോൾ ഞാൻ ഈ അസുഖം കൂടെ ആകുമ്പോൾ ഇക്കാക്ക് സാമ്പത്തികമായിട്ട് ഇക്ക പിന്നെയും കടത്തിലേക്ക് പോവുകയാണ്. ആ ഒരിത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. നിങ്ങളെല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യണം. എനിക്ക് 7-ാം തീയതി ഓപ്പറേഷനാണ്. നേരത്തേക്കും എന്തെങ്കിലും ഒരു പൈസ കിട്ടുകയാണെങ്കിൽ എനിക്ക് സന്തോഷം. അൽഹംദുലില്ലാഹ്. അതെങ്കിലും എൻ്റെ ഇക്കാനോട് ഇക്ക ഇത്ര പൈസ എൻ്റെ കയ്യിലുണ്ട് ഇക്ക എന്ന് പറഞ്ഞ് കൊടുക്കാമല്ലോ. അല്ലാണ്ട് എൻ്റെ ഉപ്പാൻ്റെ അടുത്ത് ഇക്ക കൊടുക്കാനൊന്നുമില്ല. ചെറുപ്പത്തിലെ ഉമ്മ മരിച്ചുപോയി. അതുകൊണ്ട് ഉമ്മാൻ്റെ അടുത്തുനിന്ന് പറഞ്ഞിട്ട് വാങ്ങാനും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം.